പിന്നെ നമ്മുടെ വണ്ടിയുടെ ഹോൺ വർക്കാകുന്നില്ലായിരുന്നു. അപ്പം ഒരു ഹോൺ മേടിച്ച് അതാണ് 1826 രൂപയുടെ നമ്മുടെ ഹെഡ്ലൈറ്റ് അസംബ്ലി. ഹാലജൻ ബൾബായിരുന്നു, നമുക്ക് ബൾബ് മാത്രം മാറിയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് LED ആയതുകൊണ്ട് ഈ അസംബ്ലി ഫുള്ളോടെ മാറണം. അതുപോലെ തന്നെ നമ്മുടെ സ്പാനർ, ടൂൾസ്, കാര്യങ്ങൾ. പിന്നെ ഒരു ഹോൺ മേടിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഹോണും പോയി കിടക്കുകയാണ്. ഇപ്പം ഈ കിറ്റെല്ലാം പൊട്ടിയിരിക്കുകയാണ്. ഈ കിറ്റ് വണ്ടിയുടെ ഏകദേശം ഞാൻ സർവീസ് സെൻറ്ററിൽ ചോദിച്ചപ്പോൾ 8000 രൂപയാണ് പണി പറഞ്ഞത്. ഇതിൻ്റെ ഫ്രണ്ട് കിറ്റ് ഊരണം നമുക്ക്, ഈ ഹെഡ് ഊരാൻ വേണ്ടി. അപ്പം നമ്മൾ ഈ 2 സ്ക്രൂ ഊരണം. ഇവിടെ ഫുള്ള് സ്ക്രൂസ് ഉണ്ട്, അതെല്ലാം ഊരണം. അപ്പോൾ ബാക്കി ഊരിട്ട് വെട്ടാൻ അങ്ങനെ വെച്ച് വന്നപ്പോൾ രാത്രി 10 മണി കഴിഞ്ഞ്. പിന്നെ വീഡിയോ ഓണാക്കുന്ന കാര്യം വിട്ടുപോയി, തിരക്കായിപ്പോയി. ജസ്റ്റ് സാധനമെല്ലാം തിരിച്ച് കയറ്റി. അപ്പോൾ രാത്രി ഇടാൻ മറന്ന് കുറച്ച് സ്ക്രൂ ഉണ്ട്. ഇപ്പോൾ വെയിലത്ത് നോക്കിയപ്പോൾ കണ്ടേ, അപ്പോൾ ആ സ്ക്രൂ ഇടാം. ഇപ്പോൾ നോക്കിയപ്പോഴാണ് കാണുന്നത് ഇവിടുത്തെ സ്ക്രൂ ഇട്ടിട്ടില്ല. ഫൈബർ പാർട്ടുള്ള വണ്ടി എടുക്കാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നിങ്ങളിങ്ങനെ വണ്ടി എടുക്കരുത്. നിങ്ങൾ ആക്റ്റീവ് എടുത്ത ജസ്റ്റ് അതൊക്കെ മെറ്റാലിക് ജസ്റ്റ് ചളങ്ങിയാലും നമുക്ക് ചളക്കി നിവർക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ പൊട്ടിയാൽ ഈ ഒരു കൗളിന് തന്നെ 800 രൂപയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇതൊരു ഫുൾ പീസാണ് വരുന്നത്. ഈ ഫുൾ പീസിന് 1800 രൂപ. പിന്നെ ഇവിടുന്ന് താഴോട്ടും 900 സംതിങ് ആണ് ആ കൗളിൻ്റെ ഒക്കെ അണ്ടർ കവറിൻ്റെ ഒക്കെ വില വരുന്നത്. ഈ ഒരു സാധനത്തിൻ്റെ BRLൻ്റെ വില വരുന്നത് 900 സംതിങ് ആണ്. അതുപോലെ നമ്മുടെ ഹെഡ് 1800 രൂപ. ഇപ്പോൾ വരുന്ന വണ്ടിയൊക്കെ മിക്കത് LED ആണെന്ന് തോന്നുന്നു. പക്ഷേ ഹാലജൻ ബൾബുള്ള വണ്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ബൾബ് മാറിയിടാൻ പറ്റും. ഈ LED വരുന്നതാണെങ്കിൽ അസംബ്ലി ഫുള്ളോടെ മാറേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് വണ്ടി എടുക്കുക കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്.